ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നെൻ്റെ ഒരു നോർമൽ ഡേ ആണ്. അത് ഇച്ചിരി പ്രൊഡക്റ്റീവ് ആക്കിയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് ഇന്ന് സെൻഡ് ചെയ്യാനുള്ള ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തെടുക്കണം. ഇന്ന് നമുക്ക് ഒരു കൊറിയർ മാത്രമേ ചെയ്യാനുള്ളൂ. അബുദാബി ആയതുകൊണ്ട് തന്നെ കൊറിയറാണ് നമ്മൾ ചെയ്യുന്നത്. അതിലോട്ടേക്ക് സിമ്പിൾ കാർഡിൽ ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ നാളേക്കും കൂടി ഉള്ളതൊക്കെ ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഫോട്ടോ മാത്രമായി പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ A4 ഷീറ്റിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ നഷ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ വേണ്ട. ആ ഒരു ബാക്കിയുള്ള സ്പേസിലോട്ടേക്ക് നമുക്ക് വേണ്ട കുറച്ച് ഫോട്ടോസ്, ബർത്ത്ഡേ വിഷസിൻ്റെ കാർഡ്സൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാമ്പർ വർക്കിന് ഉള്ള ഒരു ഫോട്ടോവും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിതാ പ്രിൻറ്റ് ചെയ്യുന്നത് എൻ്റെ HP സ്മാർട്ട് പ്രിൻ്ററിൽ തന്നെയാണ്. ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫീഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ വേണ്ടിയിട്ടുള്ള പേപ്പർ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം ഇവിടെ വരുന്ന പേപ്പറൊക്കെ ഒരു 250 GSM വരെ പോകുന്നുള്ളൂ. പക്ഷേ വലിയ ക്ലാരിറ്റി ഇല്ല. പ്രിൻ്ററിൻ്റെ ക്ലാരിറ്റി നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പ്രിൻറ്റിങ് പേപ്പറിൻ്റെ ക്ലാരിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എത്രത്തോളം GSM കൂടുതലുള്ള പേപ്പർ ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. അപ്പോൾ 300 GSM ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് 300 GSM കിട്ടിയില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിലെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ പേപ്പറൊക്കെ. അപ്പോൾ ആമസോണിൽ നിന്ന് എനിക്കൊരു 270 GSM ഉള്ള ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാനിതാ ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്നത്. കൊഡാക്കിൻ്റെതാണ് അത്. അപ്പോൾ ഞാനിതുപോലെ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ വേർഡ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാം. വേർഡ് ആപ്പിൽ ഇൻസേർട്ട് ഇമേജ് കൊടുക്കുക. നമുക്ക് വേണ്ട ഇമേജൊക്കെ അതിലോട്ടേക്ക് ഇൻസേർട്ട് ആകും. അതിനനുസരിച്ച് പിന്നെ നമുക്ക് ഇമേജിന് ഏത് സൈസാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് റീസൈസ് ചെയ്തിട്ട് ഒരു A4 ഷീറ്റിന് കണക്കിയാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രിൻറ്റിങ് മെഷീൻ ഓൺ ആക്കിയിട്ട് നമുക്കിതാ പേപ്പർ വെച്ച് കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഹാമ്പറിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവർ ബൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഒരു സിംഗിൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടാണ് ബൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ സിംഗിൾ ഫ്ലവർ ബൊക്കെ ചെയ്യുന്നതെന്നും കാണിക്കുന്നുണ്ട്. ഒരു ഷീറ്റ് മതി. ഒരു ഷീറ്റ് മുഴുവനായിട്ടും നമുക്ക് വേണ്ട. അതിനെ 4 ഭാഗമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 3 ഭാഗത്തിനെ കൊണ്ട് നമുക്കൊരു സിംഗിൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ബൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലവർ ബൊക്കെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബണ്ടിലാണ് വാങ്ങിക്കുക. ഇവിടെ 10 ദിറംസിന് ഈ ഒരു ബണ്ടിൽ കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് ഈ ഒരു ഫ്ലവർ ഇതുപോലെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു നമ്മളെ ബൊക്കെ ഷീറ്റിനെ 4 ഭാഗമാക്കുക. അതിൽ 3 ഭാഗത്തിനെ കൊണ്ട് നമുക്ക് ഇതുപോലെ ബൊക്കെ ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് സെലോ ടാപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനെ ഇങ്ങനെ 2ആയി മടക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്യുക. അത് രണ്ട് വശത്തും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെലോ ടാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കൊണ്ടോ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റബ്ബർ ബാൻഡാണ്. എന്നാൽ നല്ല രീതിയിൽ നമുക്ക് നിൽക്കും. അപ്പോൾ റബ്ബർ ബാൻഡോടെ ഇതുപോലെ നല്ലോണം കെട്ടി കൊടുത്തതിന് ശേഷം അടുത്ത ആ ഒരു ഭാഗം ഇതുപോലെ ട്രയാങ്കുലർ ഷേപ്പാക്കി മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട ഭാഗം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു റിബണ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കസ്റ്റമൈസ്ഡ് വാളറ്റും പിന്നെ സിംഗിൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ബൊക്കെയും പിന്നെ സിമ്പിൾ കാർഡാണ്. ഈ സിമ്പിൾ കാർഡിൻ്റെ അകത്താണ് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. അതായത് ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഇതാ സെറ്റ് ചെയ്തെടുത്തു. നമ്മളെ വാളറ്റ് ഇതുപോലെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഗിഫ്റ്റ് ഹാമ്പർ. അത് നല്ല രീതിയിൽ പാക്ക് ചെയ്തു. ജസ്റ്റ് ഒരു പേപ്പർ ബാഗിലിട്ട്, കാരണം നമുക്കിത് കൊറിയർ ചെയ്യണമല്ലോ. അപ്പോൾ പേപ്പർ ബാഗിലിട്ട് പാക്ക് ചെയ്തു. കൊറിയർ ബോയ് വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കത് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഒരു 10-10:30 ആകുമ്പോഴേക്കും ആൾ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും കേട്ടോ. പിന്നെ നമുക്ക് നാളേക്കുള്ള വർക്കിനുള്ള പരിപാടി ചെയ്യാം.
നാളേക്ക് നമുക്ക് സെൻഡ് ചെയ്യാനുള്ളത് 2 ഹാമ്പർ തന്നെയാണ്. ഒന്ന് വന്നിട്ട് ഫോട്ടോ ഫ്രെയിമും പിന്നെ കസ്റ്റമൈസ്ഡ് വാലറ്റും സിമ്പിൾ കാർഡും വരുന്ന ഒരു കോംബോ ആയിരുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് വാലറ്റ് ഞാൻ അന്നേ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വാലറ്റിൻ്റെ കുറച്ചധികം ഓർഡേഴ്സ് കിട്ടുമ്പം എല്ലാം കൂടിയും ഒരുമിച്ച് ചെയ്യലുണ്ട്, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതാ സിമ്പിൾ കാർഡ് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ മോർണിംഗ് പ്രിൻറ്റ് ചെയ്ത ഫോട്ടോ ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ 8x6 ആണ് കേട്ടോ ഫ്രെയിം വന്നിട്ട്. ഇതിലോട്ടേക്ക് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പോർഷൻസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫോട്ടോ ഫ്രെയിമിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇതാ ഫോട്ടോ ഫ്രെയിമും കൂടി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിമും പിന്നെ ബ്ലൂ കളറിൽ ചെയ്തിട്ടുള്ള നേവി ബ്ലൂ കളറിൽ ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് വാലറ്റും പിന്നെ സിമ്പിൾ കാർഡും ആയിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വാലറ്റ് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് നമുക്കിതാ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കച്ചറകളൊക്കെ ഈ ഒരു വേസ്റ്റ് ബിന്നിലോട്ടേക്ക് ഇടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. എനിക്ക് ഓരോ വർക്ക് കഴിയുമ്പോഴും ഡെസ്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ എനിക്കൊരു ഇത് വരുള്ളൂ. പിന്നെ അതുപോലെയല്ല എൻ്റെ ഡെസ്ക് വളരെ ചെറുതാണ്, ഇതെനിക്ക് മാറ്റണം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു ഡെസ്ക് ഒരു വർക്ക് കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്താൽ അടുത്തൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതാ 3 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 3 ഇവിടെ വെക്കാം. ഇനി നമുക്ക് നാളെ നമുക്കിത് കൊടുക്കാൻ പോകുമ്പോൾ ഫോട്ടോസും വീഡിയോസും എടുക്കാം. അതാണ് എനിക്കിഷ്ടം. കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് മദീന മോൾ വരെ പോകാനുണ്ട്. മറ്റന്നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീഷർട്ട് നോക്കണം. പിന്നെ എൻ്റെ മോള് ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ജസ്റ്റ് ഒരു നടത്തുമാവല്ലോ ഈവനിങ്. അപ്പോൾ ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് നമ്മൾ മദീന മോളിലേക്ക് പോവാണ്. നടന്നിട്ടല്ല മദീന മോളിലേക്ക് എത്തുക, ബസ്സിന് കയറണം. ബസ്സിന് കയറാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നടന്നിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇവിടെ ബസ് സ്റ്റേഷൻ വരുന്നത്. ഞാൻ നിൽക്കുന്നത് ഇറ്റിസലാത്ത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറി നമുക്ക് മദീന മോൾ ഇറങ്ങണം. അങ്ങനെ മദീന മോളെത്തി. ഫസ്റ്റ് തന്നെ ഹെയർ കട്ടിങ്ങിന് കയറിയിട്ടുണ്ട്. ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ടീഷർട്ട് നോക്കണം. കാരണം മറ്റന്നാൾ എനിക്ക് കൊടുക്കാനുള്ള ഒരു ടീഷർട്ട് എടുക്കാനുണ്ട്. അത് ഞാൻ മാക്സിൽ നിന്നാണ് എടുക്കുന്നത്. മാക്സിൽ പോയി ഇവിടുന്ന് ടീഷർട്ട് തപ്പിയെടുക്കണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കസ്റ്റമർ പറഞ്ഞ ടീഷർട്ട് ഇവിടെ ഇല്ല. ഇനി ഇതെനിക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിലെങ്ങാനും നോക്കണം കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളൊരു ചായ കുടിച്ചു. പിന്നെ ആഫ്റ്റർ മഗ്രിബാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. എനിക്ക് നാളെ കൊടുക്കാനുള്ള ഒരു ഹാമ്പറിന് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങിക്കണം. കേക്കും പിന്നെ ഒരു ഫ്രഷ് ഫ്ലവറിൻ്റെ ബൊക്കെയാണ്. ഫ്രഷ് ഫ്ലവറിൻ്റെ ബൊക്കെയൊക്കെ വരുന്ന കേസിലാണെങ്കിൽ ഞാൻ തലേന്ന് തന്നെയാണ് പോയിട്ട് വാങ്ങിക്കാറുള്ളത്. കാരണം ഇവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പം നല്ല രീതിയിൽ ചീത്താവും നേരത്തെ വാങ്ങി വെക്കുകയാണെങ്കിൽ. പിന്നെ അതുമാത്രമല്ല, ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ കൺഫേം ചെയ്തതാണ്. ഒരു അർജൻറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇന്നലെ കൺഫേം ചെയ്താൽ ഇന്നല്ലേ പോയി വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഇന്ന് പോയി വാങ്ങിച്ച് നാളെ മോർണിംഗ് ഡെലിവറി ചെയ്യണം. നാളെ ഡെലിവറി ചെയ്യാനുള്ള 2 സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളത്തേക്ക് ടു ഡു ലിസ്റ്റ് എഴുതണം. ഇത് എഴുതി കഴിഞ്ഞാൽ നാളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമാവുമല്ലോ. അപ്പോൾ ടു ഡു ലിസ്റ്റും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. പിന്നെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.